പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദുമോൻ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഇനി ആരും തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ നന്ദയും അതുപോലെ തന്നെ പിങ്കിയും. നന്ദുമോന്റെ ഈ മാറ്റം കണ്ട് ആകെ പകച്ചു പോകുന്ന പിങ്കി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നിന്നു പോവുകയാണ്. ഇതേ തുടർന്ന് നന്ദുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ പിങ്കി തയ്യാറാകുന്നു. ഇതോടെ നിങ്ങളെൻ്റെ ആരുമല്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളുടെ പരിഗണന കിട്ടാനോ അനാഥനായ ഞാൻ വരികയില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പിങ്കി. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പിങ്കി മനസ്സിൽ പോലും കരുതിയിരുന്നില്ല. ഇതോടെ പിങ്കി തകർന്ന് കരയുകയാണ്. പക്ഷേ പിങ്കിയോട് തന്നെ തുടരുത് എന്നുള്ള കാര്യവും വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ നന്ദുമോൻ. ഇതോടെ പിങ്കി ആകെ തകർന്നു പോകുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് ഗൗതം അറിയാൻ ഇടയായിരിക്കുകയാണ്. ഇതോടെ ഗൗതം കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വരികയും നന്ദുവിനോട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ നന്ദുവാകട്ടെ നിങ്ങൾ എൻ്റെ ആരുമല്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വരുന്നത് എന്ന് ചോദിച്ചത് തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ. മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന ഇതേ തുടർന്ന് ഭയപ്പെടുകയാണ് നന്ദ. ഇങ്ങനെയൊരു വഴിത്തിരിവ് ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. മാത്രവുമല്ല തനിക്ക് നന്ദുമോനില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന നന്ദ അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞവനെ ബോധ്യപ്പെടുത്തണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ നന്ദുമോനാകട്ടെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന നന്ദ പിങ്കിയെ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വരുന്നത്. പിങ്കി യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന നന്ദ ഇതേ തുടർന്ന് കാര്യങ്ങൾ നന്ദുവിനോട് സംസാരിക്കാൻ തയ്യാറായി എത്തുമ്പോഴാണ് ഇനി എനിക്ക് നന്ദയുടെ കൂടെ ജീവിച്ചാൽ മതി എന്ന് നന്ദുമോൻ വ്യക്തമാക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.